നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തന്റെ നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്ന ഉറച്ച നിലപാടിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഷാഫി പറമ്പിലും കൂട്ടരും രാഹുൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായി മാറുകയും കോൺഗ്രസിന്റെ സൈബർ ഇടത്തിലടക്കം വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഘട്ടത്തിലാണ് സതീശൻ നിലപാട് ഘടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിലപാടെടുക്കാൻ സതീശന് മേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. രാഹുലിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കണമെന്നതാണ് എ ഗ്രൂപ്പും ഷാഫി പക്ഷക്കാരും ആവശ്യപ്പെടുന്നത്. രാഹുലിനെ കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ച നടപടിയിലും സതീശന് നേരെ വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെ കോൺഗ്രസ് സൈബർ ഇടത്തിൽ നിന്നും ആക്രമണവും പ്രതിപക്ഷ നേതാവിന് നേരെയുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ ശക്തമായ നിലപാടുമായി രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ സൈബർ മീഡിയ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞതിലും ഈ നിലപാട് വ്യക്തമാക്കലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ നടപടി ഉടൻ പിൻവലിക്കില്ലെന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. തീരുമാനങ്ങളും നിലപാടുകളും എടുക്കുന്നവരെ മാത്രമേ വിമർശിക്കാനാകൂ. കേരളം മുഴുവൻ കടൽ പോലെ അലയടിച്ച് എന്റെ മുന്നിലേക്ക് വന്നാലും എന്റെ ബോധ്യങ്ങളിൽ നിന്നും ഞാനെടുത്ത നിലപാടിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. അത് നിലപാടാണെന്ന് സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തത്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാ നേതാക്കളും ചേർന്ന് ഏകകണ്ഠമായാണ് തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. തീരുമാനം 100% ശരിയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ആളാണ് ഞാൻ. പ്രവർത്തകർക്കിടയിൽ ഒരു കുഴപ്പവുമില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലോ റീലിലോ അല്ല ജീവിക്കുന്നത്. കോൺഗ്രസ് ജീവിക്കുന്നത് ജനമനസ്സുകളിലാണ്. ആ കോൺഗ്രസിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ധീരന്മാരായ പ്രവർത്തകരുണ്ട്. അവരെയൊന്നും അണുകിട ചലിപ്പിക്കാൻ ഇത്തരം പ്രചരണങ്ങൾക്ക് കഴിയില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കോൺഗ്രസിലെ ഡിജിറ്റൽ മീഡിയയുമായി എനിക്കൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും അറിയില്ല. കോൺഗ്രസിന്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്നും വരുന്നത് കാണുമ്പോൾ കോൺഗ്രസ് വിരുദ്ധരാണോ അതിന് പിന്നിലെന്ന് സംശയം തോന്നും. അക്കാര്യം KPCC പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ വിമർശനത്തിന് അതീതനല്ല. എന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തെറ്റുണ്ടായാൽ വിമർശിക്കാനുള്ള അധികാരം പാർട്ടി പ്രവർത്തകർക്ക് വരെയുണ്ട്. മുതിർന്ന ആളുകൾ പറയുന്നതിനോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അവർക്ക് എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ എവിടെ എങ്ങനെ പറയണമെന്നത് അവരവർ ആലോചിക്കേണ്ടതാണ്. എനിക്കൊരു പരാതിയുമില്ല. പക്ഷേ CPMന്റെ മാധ്യമ വിഭാഗം എന്നെ നിരന്തരമായി ആക്രമിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായി അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന വിവിധ യൂട്യൂബ് ചാനലുകളിലൂടെ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല. VT ബൽറാമിനെ ഒരിടത്തു നിന്നും പുറത്താക്കിയിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ അഖിലേന്ത്യാ നേതൃത്വം തീരുമാനിക്കും. നിലവിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സമരങ്ങൾ നടക്കുന്നുണ്ട്. തിരുവോണത്തിന് വരെ DIG ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയവരാണ് ഞങ്ങളുടെ പ്രവർത്തകരെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുലിന് അനുകൂലമായി കുറച്ചു ദിവസങ്ങളിൽ സൈബറിടത്തിൽ വലിയ ക്യാമ്പയിൻ നടന്നിരുന്നു. ഇതിനു പിന്നിൽ ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്നവരെന്നാണ് സൂചന. സതീശന്റെ കടുംപിടുത്തമാണ് രാഹുലിന് പാർട്ടിയിൽ സസ്പെൻഷൻ നടപടിക്ക് ഇടയാക്കിയതെന്നായിരുന്നു വിമർശനം. ഓണാശംസ നേർന്ന രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലൈക്കുകൾ വലിയ തോതിൽ എത്തിയതിനു പിന്നിൽ ആസൂത്രിത PR വർക്ക് നടന്നിരുന്നു. തിരിച്ചുവരവിന്റെ പാതയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ക്യാപ്ഷനോടെയാണ് പല അക്കൗണ്ടുകളിൽ നിന്നും പോസ്റ്റുകൾ വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് ലഭിച്ച ലൈക്കുകളും ഷെയറുകളും പരാമർശിച്ചുകൊണ്ടാണ് പോസ്റ്റുകൾ പങ്കുവച്ചിരിക്കുന്നത്. ഒപ്പം രാഹുലിന്റെ ചിത്രവും ഉണ്ടായിരുന്നു. ഒരേ കാര്യങ്ങൾ പല അക്കൗണ്ടുകൾ വഴി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ PR വർക്കാണെന്നാണ് ആരോപണം. ഇതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് സതീശന്റെ പ്രതികരണവും. സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രചരണം നടത്തിയതുകൊണ്ട് തന്റെ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളെ തള്ളി ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ആരോപണം ഉയർന്ന ഘട്ടത്തിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തപ്പോൾ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലെന്നുമായിരുന്നു നേതാക്കൾ പറഞ്ഞത്. എന്നാൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ശേഷം പാർട്ടിയിൽ രാഹുലിന് അനുകൂലമായി നിലപാട് മാറുകയായിരുന്നു. രാഹുലിനെതിരായി നടപടികൾ ആവശ്യപ്പെട്ട വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായി സൈബർ ആക്രമണം നേരിട്ടതോടെ നിശബ്ദരായി. രാഹുലിന് പകരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള നീക്കം കടുത്ത ഗ്രൂപ്പ് പോര് മൂലം അസാധ്യമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് രാഹുലിനെ തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യം ശക്തമായത്. നേരത്തെ രാഹുലിനെതിരെ ശക്തമായി നിലപാടെടുത്ത നേതാക്കൾ പോലും രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന തരത്തിൽ നിലപാട് തിരുത്തുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് അവധിയെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിന്റെ അഭിപ്രായം.